ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിഷ്കളങ്കമായ ഭക്തി കൊണ്ടു മാത്രമേ ഭഗവാനെ കൈവരിക്കുവാനാവൂ. ഒരിക്കൽ മിഥിലയിൽ ശ്രുതിധരൻ എന്നൊരു സാധു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഏറ്റവും വലിയൊരു ഭഗവത് ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സദാസമയവും ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. ദ്വാരകയിൽ വാഴുന്ന ലോകനാഥനെ ഒന്ന് കാണാൻ അദ്ദേഹത്തിന് വല്ലാത്ത മോഹമുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് എന്താണ് ഫലം? ദ്വാരക വരെ നടന്നു പോകുവാൻ അദ്ദേഹത്തിൻ്റെ ശരീരം അനുവദിച്ചില്ല. അന്ന് മിഥില ഭരിച്ചുകൊണ്ടിരുന്നത് ബഹുലാശൻ എന്ന മഹാരാജാവായിരുന്നു. അദ്ദേഹവും ഒരു വലിയ കൃഷ്ണഭക്തനായിരുന്നു. അദ്ദേഹം നിത്യവും വിഷ്ണു പൂജകളും മറ്റ് സൽക്കർമ്മങ്ങളും അനേകം ചെയ്തുകൊണ്ടേയിരുന്നു. തൻ്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ച് സദാ തന്നെ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്ന ആ രണ്ട് ഭക്തന്മാർക്കും ദർശനം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് കാരുണ്യവാനായ ഭഗവാൻ തീരുമാനിക്കേണ്ടായി. അതിനുവേണ്ടി ഭഗവാൻ മിഥിലയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ മാമുനികളും മഹാബ്രാഹ്മണന്മാരും ഭക്തജനങ്ങളും ഭഗവാന്റെ പുറകെ നടന്നു. എവിടേക്കാണ് ഭഗവാൻ കൃഷ്ണൻ പോകുന്നത് എന്നവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഭഗവാന്റെ സാന്നിധ്യം പുണ്യകരമാണല്ലോ എന്ന് കരുതി അവരും കൂടെ പുറപ്പെട്ടു എന്ന് മാത്രം. അങ്ങനെ ഭഗവാൻ മിഥിലയിൽ എത്തിയ ഉടനെ തന്നെ ഭക്തനായ ശ്രുതിധരനും രാജാവായ ബഹുലാശനും ആ വിവരം അറിഞ്ഞു. അവർ രണ്ടുപേരും ഭഗവാനെ എതിരേൽക്കുവാനായി അവിടെ എത്തി. രാജാവ് രാജപദവിയോടുകൂടിയും ശ്രുതിധരനാവട്ടെ തൻ്റെ നിർധനാവസ്ഥയനുസരിച്ചുള്ള സ്ഥിതിയോടുകൂടിയുമാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എന്നിട്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളണമെന്ന് രാജാവും തൻ്റെ ചെറുഭവനത്തിലേക്ക് എഴുന്നള്ളണമെന്ന് അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു. രാജാവേ, ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിലേക്കാണ് വരുന്നത്, അങ്ങ് മുൻപിൽ നടക്കും എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ രാജകൽപ്പനയനുസരിച്ച് ബഹുമാന സൂചകങ്ങളായ ആ വെടിപടഹാദികൾ മുഴങ്ങി ഭഗവാനും കൂടെയുള്ള ഭക്തജനങ്ങളും രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. എന്നാൽ ഭക്തവത്സലനായ ഭഗവാൻ അവർ രണ്ടുപേരെയും ഒപ്പം തൃപ്തിപ്പെടുത്തുവാനായി അവരറിയാതെ രണ്ട് രൂപം ധരിച്ചു. അതിൽ ഒരു ഭഗവാൻ രാജാവിൻ്റെ കൂടെയും വേറെ ഭഗവാൻ തൻ്റെ കൂടെ വരുന്നില്ലല്ലോ എന്നോർത്ത് നിരാശനായി നിന്നിരുന്ന ആ ശ്രുതിധരൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങ് എൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ അങ്ങയുടെ വീട്ടിലേക്കാണ് വരുന്നത്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതു കേട്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം ഭഗവാനെ വീണ്ടും വീണ്ടും തൊഴുത് തൻ്റെ ആ കുഞ്ഞു വീട്ടിലേക്ക് ഭക്തിപൂർവം ആനയിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെയും ഭക്തജനങ്ങളും മുനിവൃന്ദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വീട്ടിൽ പ്രവേശിച്ച ഭഗവാനെയും ഭക്തജനങ്ങളെയും വളരെ ഭക്തിയോടുകൂടി എതിരേറ്റ് സ്വീകരിച്ച് ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു. അങ്ങനെ പരിപാവനമായ പീഠത്തിൽ ഭഗവാനെ ഇരുത്തി അദ്ദേഹം ഭഗവാന്റെ പാദങ്ങൾ കഴുകി ആ തീർത്ഥം പാനം ചെയ്തു. പുഷ്പങ്ങൾ അർപ്പിച്ചു. ആ പാദത്തിൽ ശ്രീവത്സാങ്കിത തിരുമാറിൽ സുഗന്ധ പുഷ്പങ്ങൾ അണിയിച്ചു. എന്നിട്ട് അദ്ദേഹം ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു കൊണ്ടിരുന്നു. നിറഞ്ഞ ഭക്തിയോടുകൂടിയുള്ള ആ ലഹരിയിൽ മുഴുകി ആനന്ദ നൃത്തം ചെയ്തു അദ്ദേഹം. ഇതെല്ലാം കണ്ട് സന്തോഷവാനായ ഭഗവാൻ ആ സാധുവിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് തൻ്റെ കൂടെ ചേർത്തു നിർത്തി തലോടിക്കൊണ്ട് പറഞ്ഞു, ഭഗവാൻ, വിപ്രോത്തമ, എനിക്ക് ഏറ്റവും സന്തോഷകരമായ പൂജ അങ്ങിതാ നൽകിയിരിക്കുന്നു. അതിനാൽ ഞാൻ വളരെ സന്തുഷ്ടനായി മാറി അങ്ങേക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ഇതാ ഞാൻ ദാനം ചെയ്യുന്നു. ജീവിതാന്ത്യത്തിൽ അങ്ങേക്ക് സായുജ്യവും സിദ്ധിക്കും. ഭക്തോത്തമ ധനാഢ്യൻ്റെ ആ ആർഭാടപൂർവകമായ പൂജയേക്കാൾ ധനഹീനൻ്റെ ആ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടിയ ലളിതമായ പൂജയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ ഭക്തന് എന്നെ പൂജിക്കാൻ മന്ത്രമോ തന്ത്രമോ ഒന്നും ആവശ്യമില്ല. ഒരു തുള്ളി ജലം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പുഷ്പദളം കൊണ്ടോ എന്നെ പൂജിച്ചാൽ ഞാൻ സന്തോഷവാനാകും. യാതൊരുത്തൻ സർവവും ഞാനായിട്ട് കാണുന്നുവോ അവനാണ് എൻ്റെ ഭക്തൻ. ആ ഭക്തൻ എന്നെ വിളിച്ചാൽ അവൻ്റെ വിളിപ്പുറത്ത് ഞാൻ ചെല്ലും. അവൻ്റെ ദാസനായി ഞാൻ പെരുമാറും. ആരെന്നെ ഏതു രൂപത്തിൽ ധ്യാനിച്ചാലും ഞാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. എനിക്ക് പ്രത്യേകമായ യാതൊരു രൂപവുമില്ല. എൻ്റെ ഭക്തരെ പൂജിക്കുന്നത്
എന്നെ പൂജിക്കുന്നതിന് തുല്യമാണ്. എന്നോട് കൂടിയുള്ള ഈ മാമുനികളെയും ബ്രാഹ്മണരെയും അങ്ങ് യഥോചിതം പൂജിച്ചിരിക്കുന്നതിനാൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ഈ വിധമെല്ലാം ഉപദേശിച്ച ഭഗവാൻ അവിടെ നിന്നും യാത്ര തിരിച്ചു. അതുപോലെ തന്നെ കൊട്ടാരത്തിലെ പൂജകളും ഭഗവാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. രാജാവിന് മഹത്തായ ഉപദേശങ്ങൾ നൽകി ദരിദ്രനെയും ധനവാനെയും ഒരുപോലെ ദയാവാരിധിയായ ഭഗവാൻ പരിഗണിച്ചു. ആ ഭക്തവത്സലനായ ഭഗവാന്റെ കാരുണ്യം നമുക്കും അനുഭവിക്കുവാൻ സാധിക്കട്ടെ അല്ലേ. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം.